ഹലോ. അപ്പോൾ രാവിലെ നീറ്റപ്പോൾ തന്നെ കണ്ട കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അവിയലും ഓണത്തിന് വേണ്ട സദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒന്നിലിങ്ങനെ കുക്കറിൽ എന്തോ ഉണ്ട്, ഇവിടെ അവിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഇവിടെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുക്കറിൽ വൻപയറുണ്ടല്ലോ വേവിച്ച് മത്തനെലശ്ശേരി ഉണ്ടാക്കാനുള്ളൊരിത് ആ ഒരു ഇതിലാണ്. പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. തള്ളി മറിക്കാൻ വേണ്ടി പുട്ടും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പാല് മേടിക്കാൻ പോകാനുണ്ടായിരുന്നു, പായസം ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞാൻ പാല് മേടിക്കാൻ പോകുമ്പോഴത്തെ ഒരു കുഞ്ഞ് ക്ലിപ്പാട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് വീട്ടിൽ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനുണ്ടായിരുന്നു ഓണം സ്പെഷ്യലായിട്ട്. അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തു. അങ്ങനെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാനും വാവയും റെഡിയായി സെറ്റായിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പൂക്കൾ ഇട്ടത് വീണ്ടും ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനും അച്ഛനും അമ്മയും വാവയും കൂടെ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തൊരു കുഞ്ഞ് ക്ലിപ്പാട്ടോ ഇത്. അങ്ങനെ അമ്പലത്തിലെത്തി തൊഴുത് കുറച്ച് വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. ഞാൻ അതെൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റേൻ്റെ ഇടയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസും കാണുന്നത് എന്താണ്, ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും വീഡിയോസ് കാണാൻ. നിങ്ങൾക്കത് വെറും ഒരു ഇതായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കതൊരു ഇൻസ്പിറേഷനാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തിട്ടൊരു പൂക്കളാട്ടോ. നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അമ്പലത്തിൻ്റെ അകത്തൊക്കെ തൊഴുത്ത് ഞങ്ങൾ പുറത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അവനോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ പറഞ്ഞാൽ അവൾ മിക്കതും കോളാക്കിയിട്ട് എടുത്തത്. ആകെ ഈ ഒരു ക്ലിപ്പ് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല പുട്ടുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. എനിക്ക് പുട്ടും സാമ്പാറും പപ്പടമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചു. തള്ളി മറിക്കാനുള്ളതല്ലേ, ഓണമൊക്കെ അല്ലേ. അങ്ങനെ പിന്നെ റീൽസ് എടുക്കാനുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും, മസ്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യട്ടെ ഇൻസ്റ്റയിൽ. പിന്നെ അതിന് ശേഷം പിന്നെ വാവൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീൽസ് എടുത്ത് ആ ഒരു പരിപാടി തന്നെയായിരുന്നു കൂടുതൽ സമയവും. നമ്മളിന്നലെ നൈറ്റ് ബിഫോർ ഓണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ചെണ്ടുമല്ലിപ്പൂക്കൾ കോർത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇങ്ങനെ സെറ്റല്ലായിരുന്നു അത്. അങ്ങനെ വാവ അകത്ത് വന്ന് അവളുടെ കുറച്ച് ട്രാൻസിഷൻ വീഡിയോസൊക്കെ എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ മുൻപ് ആ ഒരു ഇതിൽ ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പുടവ അണിയിച്ച് കൊടുത്തു കേട്ടോ. കിടക്കട്ടെ, എന്തിനാ ഇതായിട്ട് കുറയ്ക്കുന്നതെന്ന് വിചാരിച്ച്. പിന്നെ വീണ്ടും അവളുടെ കലാപരിപാടികൾ തുടർന്നു. പിന്നെ ഞാനും അവളും കൂടെ കുറച്ച് റീൽസ് എടുത്തു. മെയിൻലി അന്ന് നടന്ന റീൽസ് എടുക്കൽ മാത്രമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മയും അച്ഛനും വന്ന് ഇങ്ങനെ നോക്കി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കിച്ചണിലോട്ട് പോയപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ അതിവിടെ എന്നെ തിളയ്ക്കുന്നുണ്ട്. പിന്നെ അടുത്ത് അമ്മ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ വറുക്കുന്നത് ഞാനും പോയിട്ട് എനിക്ക് എൻ്റെ കിടക്കട്ടെ, എന്തിനാണ് നമ്മളായിട്ട് കുറയ്ക്കുന്നത്, ഞാനും പോയി ഇളക്കി. അപ്പോൾ വാവ പായസം ഇളക്കുന്നുണ്ടായിരുന്നു. അവളേക്കുന്ന് ആ ഒരു സ്പൂണ് വാങ്ങിച്ച് ഞാനങ്ങോട്ട് പായസം ഇളക്കിയിട്ടോ. അങ്ങനെ അവർ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് അമ്മ അങ്ങനെ പറഞ്ഞു അതൊന്നും പോയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ അതിനൊരു ചിക്കൻ പീസ് അടിച്ചു മാറ്റി ഞാൻ അങ്ങനെ കഴിക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഒരു സ്പെഷ്യൽ ടൈമിൽ ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേറൊരു ടേസ്റ്റും ഫീലും ഒക്കെയാണ്. അതിനുശേഷം ഞാൻ വാവിൻ്റെ അടുത്ത് പോയപ്പോൾ അവൾ പായസത്തിൽ മിൽക്ക് മെയ്ഡ് ഇടാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊന്നും കുറച്ച് അകത്താക്കി കുറച്ച് വെച്ച് 2-3 ഡ്രോപ്പ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് മിൽക്ക് മെയ്ഡൊക്കെ സെറ്റാണ്. മിഠായി മെയ്ഡൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ഇടണേ. അങ്ങനെ അമ്മ ചിക്കൻ ഫ്രൈ ഇങ്ങനെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാവൻ്റെ പണി വെച്ച് വാവയുടെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവളുടെ ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതിനുശേഷം ഫുഡൊക്കെ റെഡിയായി ഒക്കെ സെറ്റായതിനു ശേഷം ഞാൻ ഇല മുറിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ നമ്മളവിടെ തന്നെ വാഴകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സെറ്റാണ്. ഓണായാലും വിഷു ആയാലും വാഴയിലൊക്കെ മുറിക്കാൻ ഇവിടെ ഇലകളുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ആദ്യം വെച്ചാൽ ഒരുപാട് വാഴ ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ.
അപ്പോൾ അതിൽ നിന്ന് വാഴയിലൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഈ ഒരു ഓണ ടൈമിൽ വിഷു ടൈമിലൊക്കെ ആകുമ്പോൾ ഈ വാഴയില പൊട്ടിക്കുക എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടം. അത് വേറൊരു വൈബാണ്. അങ്ങനെ വിഭവങ്ങളൊക്കെ ഇലകളിൽ വിളമ്പാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ഓണസദ്യയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഓണസദ്യയൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റീൽസ് എടുത്തു. അതിനുശേഷം റീൽസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ചൊന്ന് ഉറങ്ങി, അങ്ങനെയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങി നീറ്റിയതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പായസം കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ ഇത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് വിശേഷങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിന് ഒരുപാട് പേര് കാണുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും ബൈ, ടാറ്റാ.